നമസ്കാരം. നിങ്ങൾ മറ്റുള്ളവരെ എത്രത്തോളം വിശ്വസിക്കുന്നു? ഒരു ചെറിയ രഹസ്യം പോലും ചിലപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചേക്കാം. മഹാനായ ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആർക്കും നിങ്ങളുടെ ഹൃദയം മുഴുവൻ തുറന്നു കാട്ടരുത്. സത്യസന്ധത നല്ലതാണ്, പക്ഷേ അതിനും അതിരുകൾ ആവശ്യമാണ്. ചാണക്യനീതിയിലെ ഒരു ശ്ലോകം ഇപ്രകാരമാണ്: ഗുഹ്യം ത്രിവിധം രഹസ്യം, ധനം, മാനവം, മന്ത്രം. അന്യജനസമക്ഷം ന പരോക്ഷം കർത്തവ്യം. ഇതിനർത്ഥം വളരെ ലളിതമാണ്. നിങ്ങളുടെ ധനം, നിങ്ങളുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ പദ്ധതികൾ, ഈ 3 രഹസ്യങ്ങൾ മറ്റൊരാൾക്കും വെളിപ്പെടുത്തരുത്. അവ പുറത്തുവന്നാൽ നാശം അനിവാര്യമാണ്. ചാണക്യന്റെ ഈ വാക്കുകൾക്ക് ഇന്നും അത്രയേറെ പ്രസക്തിയുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനായി തുറന്നുവെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അറിയാതെ തന്നെ നമ്മുടെ സുരക്ഷയും സമാധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ട്. പലപ്പോഴും നമ്മൾ പറയും, ഞാൻ വിശ്വസിക്കുന്നവരോട് മാത്രമേ പറയൂ. പക്ഷേ ഓർക്കുക, നമ്മൾ വിശ്വസിക്കുന്നവരും മനുഷ്യരാണ്. അവർക്കും ദുർബല നിമിഷങ്ങളുണ്ടാകാം. ഒരു ദിവസം അവർ പോലും ആരുടെയെങ്കിലും മുന്നിൽ ആ രഹസ്യം വെളിപ്പെടുത്തിയേക്കാം. ചാണക്യന്റെ ഏറ്റവും വലിയ പാഠം ഇതാണ്: രഹസ്യം എന്നത് ശക്തിയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ യഥാർത്ഥ ഭയങ്ങളും ദുർബലതകളും, ഇവയെല്ലാം നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക. വലിയ വിജയങ്ങൾ എല്ലായ്പ്പോഴും നിശബ്ദതയിൽ രൂപപ്പെടുന്നു. വാക്കുകൾ കൊണ്ട് ശ്രദ്ധ നേടുന്നവർ നിരവധിയാണ്. എന്നാൽ മിണ്ടാതെ പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ ഫലം നേടുന്നത്. ഒരു വിത്ത് മണ്ണിനുള്ളിൽ സൂര്യപ്രകാശമേൽക്കാതെ വളരുന്നതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങളെയും പദ്ധതികളെയും അങ്ങനെ തന്നെ സംരക്ഷിക്കൂ. പരസ്യമാക്കാതിരിക്കൂ. ഓർമ്മിക്കുക, നിന്റെ രഹസ്യം നിന്റെ കൈവശമുള്ളപ്പോഴേ അത് സുരക്ഷിതമായിരിക്കൂ. അത് പുറത്തുവന്നാൽ അത് ഇനി നിന്റേതല്ല. ബുദ്ധിമാൻ മിണ്ടാതിരിക്കുന്നു, പ്രവർത്തനം കൊണ്ട് മറുപടി നൽകുന്നു. അതാണ് യഥാർത്ഥ ബുദ്ധി. മിണ്ടാതെ ജയിക്കാൻ പരിശീലിക്കുക. അതിനാൽ സുഹൃത്തുക്കളെ, ഇന്നു മുതൽ ഒരു മാറ്റം തുടങ്ങൂ. നിങ്ങളുടെ വാക്കുകൾക്ക് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കൂ. എല്ലാം പറയേണ്ടതില്ല, എല്ലാരോടും പറയേണ്ടതുമില്ല. മിണ്ടാതെയുള്ള ബുദ്ധിയിലാണു യഥാർത്ഥ ശക്തി. ചാണക്യൻ പറഞ്ഞതുപോലെ, രഹസ്യം സൂക്ഷിക്കുന്നവൻ തന്നെയാണ് വിധിയെ നിയന്ത്രിക്കുന്നത്. ശാന്തരായിരിക്കുക, സൂക്ഷ്മമായി പ്രവർത്തിക്കുക. വിജയമൊടുവിൽ നിങ്ങളെ തന്നെ തേടിവരും.